ഇന്നലെ ഇട്ട ഫോട്ടോ ഒരാൾ ലൈക്ക് അടിച്ചിട്ട് ഇത്തിരി നല്ല ഫോട്ടോ ഉണ്ടായിട്ടാണ്. പക്ഷെ പല്ലോക്കുവാന് ശരി, നല്ല ശരിയാണ്. ലൈക്ക് എന്റെ വകയിക്കോട്ടെ. പക്ഷെ എന്നാലും വേറെ ലൈക്ക് ഉണ്ടായാലും നാണക്കല്ലേ. സുനി, നീ എന്ത് പരിപാടി എടുത്തറ? ഞാൻ ഒരു അടിപൊളി ഫോട്ടോ ഫേസ്ബുക്കിട്ട് നീ ലൈക്കോ കമന്റോ തന്ന എത്ര ലൈക്കിടാ? നീ ആരെല്ലാം കൊണ്ട് ലൈക്ക് ഇട്ടോ? ഒരു നാണക്കാട്ടില്ല എനിക്ക്. നമുക്ക് മോശമല്ലേ? ഞെട്ടിക്കുന്ന കമന്റ് കൊറേ എഴുതിക്കോ കേട്ടോ. മണ്ടോതിരി ഡൈവേഴ്സായി എന്ന് പറഞ്ഞാൽ ഭർത്താവ് പോയി എന്നല്ലേ ഒഴിവാക്കിയതല്ലേ? ആ ഒഴിവാക്കി ഒറ്റ മോശമില്ല. ആ ശരി ശരിടാ, ഞാൻ വേറെ ആൾ വിളിക്കാം. എന്റെ ശരി, പിന്നെ കാണാം. ആയിടാ. മോശമില്ല പരിപാടി. ഡൈവേഴ്സായി അവിടെ ഫേസ്ബുക്ക് ഇട്ടിട്ടുള്ളൂ. ശരിയല്ലേ? കൺഗ്രാജുലേഷൻ. ഉണ്ണിയുടെ ഹാപ്പിയാണ്. താങ്ക്സ്. ഒരു ട്രിപ്പ് പോയാലോ? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ആന ചവിട്ടി കൊല്ലാണ്ട് താമസി. അതൊരു അനുഭൂതിയല്ലേ? പണ്ടോ എന്നെ ഇഷ്ടായിട്ടോ? മണ്ടോ മോഹിച്ചു 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 നടന്ന ഞാൻ. അല്ല, തീരെ റേഞ്ച് എനിക്ക് റേഞ്ച് കിട്ടുണ്ടോ? ചെറുതായിട്ടുണ്ട്. ഇവിടെ ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ കറക്റ്റ് സ്റ്റേബിൾ അല്ല സാധനം. കാറ്റത്ത് റേഞ്ച് കൂടും. ഇരുന്നോടത്തിരിക്കും, അപ്പൊ ഒരു പവർ കിട്ടും. അവിടെ ഇവിടെ നടന്നാ കിട്ടൂല അത്. എവിടെ നിന്നാലും കിട്ടുന്നില്ലേ? കിട്ടുമെന്നേ. എന്തിനിപ്പൊ തിരക്ക് പിടിച്ച് റേഞ്ച് നോക്കണത്? എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെസ്സേജ് അയക്കാണ്ടോ, അത് പോണില്ല. അപ്പൊ ഈ റേഞ്ച് ഇല്ലാത്തോണ്ടേ ഞാനിവിടെ തന്നെ ഒരു 200 രൂപ ഗൂഗിൾ പേ അയച്ചിട്ട് അവിടെയും കിട്ടിയിട്ടില്ല, ഇവിടെ നിന്നും പോയി. ഇപ്പൊ ആരോടെ ഇതിപ്പോ കുറച്ച് നാളായിട്ടോ ഈ കളി തുടങ്ങിട്ട് ഈ റേഞ്ച് ഇല്ലാത്ത. ഈ കണക്ഷൻ മാറ്റണം. കാശ് മേടിക്കലുണ്ടോ? വന്നല്ലോ. ഞാനേ വേറെ പരിപാടി ഉണ്ടായി. ഇതാരെനിക്ക് ഈ മുടിയൊക്കെ നെയ്ത് തരുന്നേ? നമ്മളിപ്പോഴത്തെ ട്രെൻഡല്ലേ ഇത്? അതെ, അതാരും ചെയ്തായിരുന്നേ? ഈ ഒറ്റക്ക് ചെയ്യാ? അല്ല, നമ്മളെ ബാർബർ ലക്ഷ്മണേട്ടനുണ്ടല്ലോ. ലക്ഷ്മണ നമ്മളെ ഫ്രണ്ടാണ്. പൈസ ഒന്നും കൊടുക്കണ്ട. ഇതിനെന്തിനാ പൈസ കൊടുക്കണ? മുട്ടനാടിനെ പോലെ ആക്കാൻ. അല്ല, നല്ല പണിയുണ്ടേ. ബാർബർ ലക്ഷ്മണേട്ടന് പണി പറയുമ്പോ ഞാൻ ആ കസേരയിൽ പോയിരിക്കും. അത് ശരി. പിന്നെ ഓല മടി നന്നായിട്ട്. അപ്പൊ ഈ മടഞ്ഞിട്ടില്ല അടിപൊളിയാക്കും. അത് ശരി. ഇതൊരു കാര്യം അറിഞ്ഞോ? ഇല്ല. നമ്മുടെ മണ്ടോതിരി ഡിവോഴ്സ് ആയിട്ടേ. എങ്ങനെ ആവാതിരിക്കും? ഈ അവനിട്ടുകൊണ്ട് കൊണ്ടാ സഹിക്കാൻ പറ്റാതെ. എന്താ ചാടാവള്? ഈ പഞ്ചായത്തിലുള്ള സകലമാന ലൈറ്റും കത്തുന്ന ഇവളുടെ പവർ ഉണ്ടാ ആലോചിച്ചോക്ക്. ആ ജാതിയ മുതലേ എന്തോ KCB-ല് പേരിനൊരു ജോലിയുണ്ട്. എല്ലാരും പോളെ നോക്കിട്ട് നടക്കണം നമ്മളുടെ വിചാരം. 2 ദിവസം കുളിക്കാതെ ഒന്ന് നിന്നാ കാണാ കോലം. ഞാനും സത്യം പറയട്ടാ, ഈ മണ്ടോതിനാ എനക്ക് വേണ്ടി അന്വേഷിച്ചു. ആര്? ഞാനല്ലാണ്ട് പിന്നെ എനക്കാരും അന്വേഷിക്കും. പക്ഷെ ഓളെ അച്ഛൻ സുഗതൻ എന്താ പറഞ്ഞറിയാ? ഓളെ വെറുതെ വിട്ടാലും എനിക്ക് കഴിച്ചില്ല. ഞാൻ കടലിൽ കെട്ടിത്താത്ത കുഴപ്പമില്ല. ഇപ്പൊ ഏത് അച്ഛന്മാരായാലും പറയാ എന്നെ കണ്ടാല്. പക്ഷെ മണ്ടനാണ് അയാള്. ഇവിടെ കടലിൽ ഇവിടെ കായലും പോയല്ലേ. ശരിയാ. പക്ഷേ പുക വീട്ടാനുള്ളതാണ്.
എന്താ നീ കെട്ടാൻ പോണ? അല്ല ഞാൻ വീട്ടി അങ്ങനെ ഓളെ കല്യാണ തലേന്ന് ഓളെ വീട്ടിൽ പോയി 2 ബിരിയാണി വെച്ചു. അതും പോരാ എന്റെ കല്യാണത്തിനന്ന് നന്നായിട്ട് പായസവും ചോറും കഴിച്ചു. അപ്പൊ ഉണ്ണി എന്തായാലും സൂതേട്ടൻ നിന്നെ അന്വേഷിച്ചു വരും. അവളെ ഇപ്പൊ ഈ സ്ഥിതിക്ക് നിനക്ക് കെട്ടിച്ചു തരാൻ ചെയ്യും. എന്റെ പട്ടി വയ്ക്കും. അതിനൊന്നും പറഞ്ഞു വരണ്ട. ഞാൻ അതിനെ കണ്ടിഷ്ടപ്പെട്ട എന്നെ ഒഴിവാക്കും. ഉണ്ണി യോയാണ് യങ്ങാണ്. അതെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഒരാളോടും പറയാൻ നിൽക്കരുത്. രഹസ്യം പിന്നെ എങ്ങനെ പറയാ? അല്ലേ വേണ്ട, പരദൂഷണം പറഞ്ഞുണ്ടാക്കിയെന്ന് പറയും. പാറയുടെ ചങ്ങായി ഉള്ള കാര്യം തന്നെ അല്ല. ഇനിയിപ്പോ എന്താ? അതെ ഇവളൊരാളെ കണ്ടെത്തി കല്യാണം കഴിച്ചല്ല, ഓവർസീറിന. ഈ ഓവർസീറിന് അവിടുത്തെ ഒരു ക്ലർക്കായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായി. ഇവക്കാണെങ്കിൽ വേറൊരു ഉദ്യോഗസ്ഥനായിട്ടും 4 കൂടി കിടന്ന് പിണഞ്ഞ് മെഴുകി നാറിയിട്ടാണ് അവൻ ഇട്ടുകൊണ്ട് പോയത്. പിന്നെ ഒരു 5-10 കൊല്ലമല്ലേ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുഞ്ഞിക്കാലി കാണാൻ അവന് ആഗ്രഹം ഉണ്ടാവൂലേ? ഇവളെന്ത് ചെയ്താ സമ്മതിക്കൂല. വലിയ കാലമാണോ? വലിയ കാലല്ലാന്ന്, കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവൾക്ക് പ്രസവിക്കാൻ പറ്റൂല, വയസ്സായി പോവല. ഞാനിപ്പോ ടെസ്റ്റ് ശിശുവിന് പദ്ധതി ഉണ്ടല്ലോ. കേടാത്ത അവര് കുടുംബമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ലേ, നമ്മൾ വീടിയത്തിനാലിരുന്നാണ് അത് തീരുമാനിക്കണം. എന്നെ അതെ ആരും പോലും ഇല്ലാതെ ഐ ലവ് യു പറയാൻ വിളിക്കണ്ടാ. ചെല്ലടാ. ഇതിന് ഭാര്യനെ കിട്ടൂല മോളെ. ചെല്ലടാ, എന്താ കൊണ്ട് കേടറിയാലോ. ചെല്ല് ചെല്ലിയൊക്കെ എന്തേ എന്താണ് വിളിച്ചത്? എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ആർക്കാന്നും പറഞ്ഞോട് മെസ്സേജ് എന്താ പണ്ട് താൻ ആർക്കാന്നും പറഞ്ഞ മെസ്സേജ് എന്താണ് ഞാൻ എന്ത് ചെയ്ത്? അല്ല തന്റെ വിചാരം എന്താ? ഒറ്റയ്ക്ക് താമസിക്കണ പെണ്ണുങ്ങളൊക്കെ മോശമാണെന്നാ? ആണാ? ആണാ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോ തന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? 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 സ്ത്രീകളോട് ഇങ്ങനത്തെ മെസ്സേജാണ് താൻ അയക്കണത്? മേലാളുണ്ടാവൂല. അങ്ങനെ മേലാൽ ഉണ്ടാവൂലല്ലെന്നല്ല. അങ്ങനെ ചെയ്യാമോ? ചെയ്യാമോ? ചെയ്യൂലത്. ചെയ്യാമോ? മേലെ വല്ല മെസ്സേജും വിട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് പറ്റിപ്പോയതാണ്. പറ്റിപ്പോ മേലാളുണ്ടാവൂല. മേലാൽ ഇനി ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നാണം കെടുത്തല്ലേ കൊണ്ടു പറ്റിപ്പോയ. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണ്. എനിക്കറിയാം. ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് വെച്ചോണ്ട് എല്ലാ പെണ്ണുങ്ങളെയും താൻ ആ കണ്ണി കൂടെ കാണുമൊന്നും വേണ്ട. മേലാളുണ്ടാവൂല വണ്ടിയാവും. ഉണ്ടാവരുത്. ഞങ്ങള് എന്താ പന്നെ കാണിച്ചോള്? അതെന്നെ അവള് വിളിച്ചിട്ട് പറഞ്ഞ് വെയിലത്ത് നടന്നിട്ട് ഇവിടെ ഒക്കെ കറുത്ത പാടുകൾ പറഞ്ഞ് തൊട്ട് കാണിച്ചു തന്നാണ്. ഇവിടെ ഒക്കെ ഉണ്ട്, ക്ലിയർ ചെയ്യണത്. അത് ഞാൻ കണ്ട്. ഈ എന്താ എന്ത് മെസ്സേജ് അയച്ചു? ഈ മെസ്സേജ് അയച്ചോ? എത്ര അയച്ചേ? 2 വാക്ക്. 2 വാക്കിനപ്പൊ ഇതൊക്കെ കിട്ടിയത്? ഇന്നലെ ഒരു 11:30 കഴിഞ്ഞപ്പോ അവള് ഓൺലൈനിൽ കണ്ടപ്പോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു. മതിയല്ലോ. അത് ശരി. ചായ കുടിക്കണം. ചായ നിങ്ങളൊരു പണിയില്ലാതെ ഈ കടത്തിന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയണം. അയ്യോ. രണ്ടുപേരും അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഡിവോഴ്സ് ആയ സ്ത്രീകളെ കുറിച്ചൊക്കെ മോശമായിട്ട് ഇവിടെ ഇരുന്ന് പറയാന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരും. അല്ല ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറയണത്. ഇനി ഇവിടുന്ന് ഒരാളെ എണീറ്റ് ഓടിയില്ലേ? ഉണ്ണിയാണ്. അവൻ തിരിച്ചു വരുമ്പോ പറഞ്ഞേക്ക് മസനഗുടി വഴി ഊട്ടിക്ക് പോകാനേ അവൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ. ഞാൻ പറയാം. ഇനി മേല ഒരു മെസ്സേജ് എന്റെ ഫോണിൽ വന്ന അവൻ വിവരം അറിയുന്നു പറഞ്ഞേക്ക്. അത് ഞാൻ പറഞ്ഞു. പടച്ച റബ്ബേ, റേഞ്ച് ഇല്ലാത്ത ചില സമയത്ത് ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. എന്റെ മെസ്സേജ് പോയില്ല. മെസ്സേജ് ഉണ്ടാവും. അല്ലടാ, ഞാൻ അങ്ങനല്ല. എന്തല്ല, ഞാന് ഓളിങ്ങനെ ഒറ്റക്ക് ഇരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു ഈ ഏകാന്തത ബോറടിക്കുണ്ടോന്ന് മാത്രം ഞാൻ ചോദിച്ചു. അല്ല തെറ്റിദ്ധരിക്കാതെ മതി. അപ്പൊ എന്ത് ധരിച്ചിട്ടാണ് കോയക്കാതെ വിട്ടത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, വെറുതെ വിട്ടാണ്. പോയില്ല. അത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യ്. എവിടെ? അല്ല ഇത് ഏതിലാ അയച്ചത്? ഇൻസ്റ്റയില്. അതാ ഇത് റേഞ്ച് വന്നപ്പോ സെൻഡ് ആയിട്ടുണ്ടല്ലോ. ഇത് അവള് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്തതുകൊണ്ട് എന്റെ മുഖത്താവോ? അല്ല കോളേജിലല്ല, അത് സ്കൂളിലും അല്ല. അത് ട്യൂഷൻ പഠിപ്പിക്കണ പിള്ളേരാ മാഷ. വീട്ടിലിരുന്ന് കുറെ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ആലോചനയാണ്, നല്ല ആലോചന.
നടത്തി എന്തുകൊണ്ട് നല്ലത്? ആ നോക്കാം. ശരി. എന്താണ് സുഖം ഈ മാങ്ങ പറിക്കുന്ന നടക്കണേ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് അല്ല എന്തായി നമ്മളെ കാര്യം? എന്തേ കൊച്ചിനെ ഇറക്കി വിടണ്ടേ ഇവിടുന്ന്? നീ ഒരു ഒറ്റ കാരണല്ലേ ഞാൻ അവളെ വിശ്വസിച്ച് അവനെ കെട്ടിച്ചു കൊടുത്തത്? എന്താ സുഖങ്ങൾ അങ്ങനെ പറയണേ? നീ എന്താ പറഞ്ഞു? 10 10 പൊരുത്തുണ്ട്. ഉണ്ടല്ലോ. കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, സർക്കാർ ജോലിക്കാരൻ, പോരടിക്കാൻ വീട്ടിൽ അമ്മായിയമ്മയില്ല. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്ത്. എന്നിട്ടിപ്പോ എന്തായി? രണ്ടും രണ്ടോടത്തിലായില്ലേ? അതാണ് ഇപ്പൊ സുഖന്റെ പ്രശ്നം. പിന്നെ പ്രശ്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വേറെ നല്ല ചെക്കനുണ്ട്. സർക്കാർ ജോലി എന്നല്ല, ഒരു ജോലിയില്ല. അത്യാവശ്യം പുക വലിക്കും, 2 അടിക്കും. പിന്നെ അടിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല, കൂട്ടുകാരും ചീട്ട് കളിക്കും മാത്രമേ ഉള്ളൂ ഈ പുകയും അടിയൊക്കെ. പിന്നെ വീട്ടിൽ അമ്മായിയമ്മ ഉണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ആലോചിച്ചാലോ? മനുഷ്യൻ ഇവിടെ നെഞ്ഞു നീറിയിരിക്കുമ്പോ വന്നിട്ട് ഇമാര് കോസ്രാകൊള്ളിത്തിന് വർത്താനം പറയരുത്. എന്താ സുഖേട്ടാ, നിങ്ങൾ പിന്നെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ എന്ത് പറയും? ഇപ്പൊ ഇവരുടെ സ്വഭാവം നമുക്ക് ചൂ നോക്കാൻ ചക്കയും വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് നോക്കായിരുന്നു. അല്ല അപ്പൊ അവളുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കെട്ടാനാവും. ഇപ്പൊ നമ്മുടെ മോക്ക് ചേർന്ന ഒരു സാധനം എന്റെ വന്നിട്ടുണ്ട്. നല്ലൊരു ചേക്ക, മോളെ പോലെ തന്നെയാണ്. ദിവസമാണ്. ജാതകമൊന്നും വേണ്ട, ജാതകം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജാതകമൊന്നും വേണ്ടെന്ന് നമുക്ക്. ഇപ്പൊ നമുക്ക് മിലിറ്ററിക്കാരനാണ്, മിലിറ്ററിയാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്, അതേ ഉള്ളൊരു ചെറിയ പ്രശ്നം. അത് നമ്മൾ മേടിക്കണ്ട. കുട്ടി അവന്റെ ഭാര്യയുടെ കൂടെ പോയിട്ടുണ്ട്. നല്ല പേരാ, കാശ്. അതെന്താ കാരണം? അത് അപ്പൊ ശരിയല്ലോ, അവള് ശരിയല്ല. അവള് ഭയങ്കര മോശക്കാരി, അവള് കുഴപ്പക്കാരി. പാവം ചെക്കൻ ഒരുപാട് അനുഭവിച്ചു. അല്ല 2ാം കെട്ട് പറയുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ 3 കെട്ടിയില്ലേ, എന്ത് പ്രശ്നം ഉണ്ടായി? മണ്ടോതിരൊന്ന് വരട്ടെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അല്ല സംസാരിക്കേണ്ട ആവശ്യമില്ല, അവളെ ഇവിടെ പരിനിർത്തി ഇരുത്താനൊന്നും പോവില്ല. കെട്ടിച്ചു വിട്ടേ. ഞാനൊരു കാര്യം പറയാം. ഇത് വൈകുന്തോറും വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ടു പോകും. എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. ശരി എന്നാ. അല്ല സുഖേട്ടാ, വേറെ കാര്യം കൂടെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കും സുഖേട്ടാ. ഇന്നത്തെയാണ് ഭാഗ്യം. എനിക്ക് ഭാഗ്യമുള്ള സമയമാണെങ്കിൽ എന്റെ മോള് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കില്ലല്ലോ. ഇത് വീടൊന്ന് മനസ്സിട്ടല്ലേ? ഇത് ഇതിന്ന് പറഞ്ഞ എടുക്കും സുഖേട്ടനെ. അല്ല അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. പൈസ തരണ്ട. പൈസ വേണ്ട, എനിക്ക് കമ്മീഷനായിട്ട് തന്നാൽ മതി. ഇതിന്റെ പൈസ തരണ്ട. അതാ കയ്യിലില്ല. അതാ മോള് വരണം. അപ്പൊ 500 ഇത് 40. 540 കേട്ടാ. പിന്നെ വൈകിട്ട് ചെറുക്കനെ ആരെങ്കിലും കുത്തിക്കൊണ്ട് പോകും. മറക്കല്ലേ? ഓഹോ. അതെ അതെ. എത്രയാണ് സാറേ? 1700 ഉണ്ടാവും. കറക്റ്റാ. ബില്ല് കുറച്ച് കൂടുതലാട്ടോ. ഉപയോഗിച്ചതിന്റെ ബില്ലല്ലേ തന്നിട്ടുള്ളൂ. തമിഴ്നാട്ടിലൊന്നും ഇത്ര ബില്ലില്ലല്ലോ. എന്നാ പിന്നെ തമിഴ്നാട്ടിൽ പോയി അടച്ചൂടെ? അല്ല അങ്ങനെയല്ല പറഞ്ഞാൽ, ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. ഇന്ന് തിരക്ക് കുറവാ അവിടെ അല്ലേ? അതെ, തിരക്കിത്തിരി കുറവാ. എന്താ നോക്കുന്നത്? അല്ല ഇവള് വന്നിട്ടോന്ന്. ആര്? മറ്റേ നിങ്ങളെ സ്റ്റാഫില്ലേ? ആരാണ്? മണ്ടോതിരി എന്ന് പറഞ്ഞ സ്റ്റാഫില്ലേ ഇവിടുത്തെ? മണ്ടോദരിയാ? ആ മണ്ടോതിരി മാഡം. ഓ, മണ്ടോദരി മാഡം. ഇവിടെ സുഖചേട്ടന്റെ മോളാണല്ലോ. ഓരോ തൊട്ട വിടാ ഞാൻ. മുഹമ്മദ് മനസ്സില്ല ഞാൻ. ആണല്ലേ? അവരിന്ന് ലീവാ. ഇത് ലീവാ? അതെ അതെ. അത് ലീവാ? ഇത് നിങ്ങൾ അയൽവക്കല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല ഞാൻ കന്ന് രാവിലെ അങ്ങോട്ട് നോക്കിയില്ലേ ഞാൻ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണേ. എന്നാ ഇവിടെ ഇല്ല കേട്ടോ. ഇല്ല ഇല്ല. അതെ, അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഒരു കാര്യം ചോദിക്കാം. എന്ത് ജിജ്ഞാസ? ഇവിടെ ഒത്തിരി അങ്ങോട്ടൊന്ന് തട്ടിപ്പോ. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ഈ മണ്ടോതിരിക്ക് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷനാ? എന്തെങ്കിലും ഡിങ്കോൾഫി ഉണ്ടോ ഇവിടെ? എന്ത് ഡിങ്കോൾഫി ഉണ്ട് ഇവിടെ? അല്ല അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതിന്റെ പേരിലാണ് ഓള് ഡൈവേഴ്സ് ആയി നാട്ടിലേക്ക് ഒരു ചർച്ച ഉണ്ടേ. അതിൽ വല്ല നേരുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. നേരിന്റെ അവർക്ക് മനസ്സിലാവും. അല്ല അതെ, അങ്ങനെയാണെങ്കിൽ ആ കക്ഷി ആരാന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഓ, അത് നിങ്ങൾക്കറിയോ? കക്ഷി ആരാന്നറിയണം അല്ലേ? അതറിയാൻ പറ്റുമോ? നിങ്ങളെ അപ്പുറത്ത് പോകുമ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമെന്റ് ഒരു ബോർഡും വെച്ച ഒരാളിരിപ്പുണ്ട്. അവരോട് ചോദിച്ചവർ പറഞ്ഞു. വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നേരെ കടയിൽ പോവുക. കടയിൽ പോയിരുന്ന് വെള്ള പേപ്പർ വാങ്ങും. അതിന്റെ അകത്ത് ഒരു അപേക്ഷ എഴുതുക. എന്നിട്ടൊരു 10 രൂപ കോർട്ട് സ്റ്റാമ്പ് കൊണ്ടിച്ച് മൂപ്പര് കൊടുത്താൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. 30 ദിവസം കൊണ്ട് മറുപടി കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മൂപ്പരോട് പറഞ്ഞാൽ മതി, മൂപ്പര് പറഞ്ഞു തരും. ഇപ്പൊ അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചാൽ അതിന് 1 മാസം കഴിഞ്ഞിട്ടാണ് വിവരം അറിയല്. ഈ കേസിൽ ഞങ്ങൾ കണക്ഷൻ കൊടുക്കുക. അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ? അറിയില്ല. അന്വേഷിക്കാൻ വന്ന ഒരാള് തൊട്ട അയൽവക്കല്ലേ, പോയി ചോദിച്ചു നോക്കറോ. എനിക്കിപ്പോ കാര്യം പിടിയിട്ടിരിക്കുന്നു. ഏകദേശം എനിക്കൊരു
ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? ജനല്ല കക്ഷി ജനല്ലേ നോക്ക് മീശ കുത്തി പൊടിച്ച് പൊടിക്കും ഞാൻ. എന്താക്കൂ ഏ? എന്തിനാ ചൂടാവണേ? ഞാൻ ഇവിടെ ഇത് വേലിക്കപ്പുറത്താണല്ലോ പൊട്ടിക്കും ഞാൻ കേട്ടാ. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ. മനസ്സിലായിട്ടാ ബാക്കിയായിട്ട് ഇയാൾ എന്ത് തോന്നിയതാണ് പറയുന്നത്? തോന്നിയാസം മര്യാദക്ക് പെരുമാറാൻ പഠിച്ചോണ്ടി കേട്ടോ. അല്ലാണ്ട് പിന്നെ എന്താക്കൂ എന്താക്കൂ എന്താക്കുന്ന ചോക്കടിപ്പിച്ച് കൊല്ലും ഞാൻ പോയിക്കൊള്ളാ. അങ്ങനെ ഇലക്ട്രിസിറ്റിക്കാർക്ക് എപ്പോഴുള്ള ഒരു ഭീഷണിയാണ്. കൊല്ലു മനസ്സിലായിക്കണ ഇജന്നെയാണ് അക്ഷയ്ക്ക് തന്നെയാണ് ബാക്കിയാണ് കേട്ടോ. കള്ള സൂറ ശരിയായി തരാം.